അത് യു ഡി എഫിന് കിട്ടിയ ഈ വിജയം അത് കഴിഞ്ഞ 5 വർഷത്തില് മുമ്പ് കിട്ടേണ്ടതായിരുന്നു. കഴിഞ്ഞ ടൈം കിട്ടേണ്ടതായിരുന്നു. ഇവിടെ ഇന്ന് കൊച്ചിൻ കോർപ്പറേഷനിൽ കാണുന്ന എല്ലാ വികസനവും ഒരു നാഴികക്കല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫിന്റെ സംഭാവനയാണ്. അത് പിന്നീട് ഉണ്ടാകുന്നത് മറ്റു വല്ലവരുടെ പ്രതിത്വം ഏറ്റെടുക്കുന്നതാണ് എൽ ഡി എഫ് ചെയ്തത്. അവർ ഉദ്ഘാടനത്തിന് മാത്രം ആ പ്രതിത്വം ഏറ്റെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. മെട്രോ ആയാലും ശരി, ഏത് പ്രോജക്റ്റ് ആയാലും ശരി. ഇന്നിപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ കാണുന്ന എല്ലാ പ്രോജക്റ്റുകളും യു ഡി എഫിന്റെ സംഭാവന തന്നെയാണ്. അതിന്റെ വിലയിരുത്തൽ ഇന്ന് യു ഡി എഫ് ഉണ്ടാക്കിയ നേട്ടങ്ങൾ തന്നെയുള്ളൂ. ഇന്ന് എൽ ഡി എഫിന് ഇവിടെ ഒരു നേട്ടം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുരം ചവറ് അവരുടെ പാർട്ടിക്കാരുടെ കോടികൾ മേടിച്ചുകൊണ്ട് ഒരു ഗ്യാസ് ലൈറ്ററിന് കൊണ്ടുകൊണ്ട് കോടികൾ നേടി എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ നേട്ടം. ആ രാഷ്ട്രീയ നേട്ടത്തിന്റെ ഉത്തരമാണ് ജനങ്ങൾ കൊടുത്തത്. നിങ്ങൾക്ക് അർഹതപ്പെട്ട വിധി ഇതാണ്, ഇനി നിങ്ങൾ ആ സീറ്റിൽ ഇരിക്കരുത്, മേലാൽ ഇനി ആ സീറ്റിലേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നാണ് ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നത്. അത് പ്രവർത്തിച്ചിരിക്കും. കാരണം അത് ഞങ്ങളുടെ യു ഡി എഫിന്റെ ഇവിടുത്തെ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആക്റ്റീവായ ഒരു യുവ ചെറുപ്പക്കാരൻ. ആ ജില്ലാ പ്രസിഡന്റിന്റെ പുറകിൽ ചെറുപ്പക്കാരും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. യു ഡി എഫും ഏത് ഘടകകക്ഷികളും എല്ലാം ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഒരു തെളിവാണ്. പുള്ളി ജില്ലാ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റുകൾ മേടിച്ച് കിട്ടാൻ അത് ആ പുള്ളിക്ക് കൊടുക്കാവുന്ന അവകാശപ്പെട്ട സീറ്റാണ്. പിണറായി ഇതിനായതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ക്ഷേമനിധിയിൽ നിന്ന് ഞങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞ് 67 വയസ്സായി. ടാക്സ് അടക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുതി മേടിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ എഴുതി മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ പൈസ അടക്കണം, പെൻഷൻ കിട്ടിയാൽ ഞാനിതിനെ പെൻഷൻ അടക്കണത്. അത് എന്നോട് ഞാൻ കൊണ്ട് 1530 രൂപ മേടിച്ച്, എൻ്റെ കൂട്ടുകാരനോട് 10,000 രൂപ മേടിച്ച്. 67 വയസ്സ് കഴിഞ്ഞവരാണ് ഇവരൊക്കെ. ഒരു വിധത്തിൽ കൂടി ക്ഷേമത്തിൽ തന്നെ എന്നും പറയുന്നുണ്ട്, ഒരു വിധത്തിൽ കൂടി നമ്മൾ അങ്ങോട്ട് ചൂഷണം ചെയ്തെടുക്കണമുണ്ട്. അത് അങ്ങ് തിരിച്ചു കൊടുത്തേക്കാണ്. ഈ 2 പ്രാവശ്യം അതാണ് ഉണ്ടായത്. അപ്പൊ ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. അതും ഉണ്ടാകും. നമ്മൾ ഈ വാഹനം കൊണ്ട് കിടക്കണവനെ ചൂഷണം ചെയ്യാവുന്ന പറ്റിയ രീതിയിൽ മുഴുവനും ചൂഷണം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ടെസ്റ്റിന് 25-ാം തീയതി ഇറക്കിയത് 6,000 രൂപ സർക്കാരിലോട്ട് അടച്ചാണ്. പിന്നെ എന്തുകൊണ്ടാ ഈ പാവപ്പെട്ടവനെ രക്ഷിക്കണം എന്ന് പറയണത്? അത്ര മനസ്സ് വീർത്തിട്ട് പറയുന്നതാണ്, അല്ലാണ്ട് വേറെ വൈരാഗ്യമല്ല. വിഷമിച്ച് പറയുകയാണ് സത്യം. അത് കിട്ടണില്ല, നമ്മക്കേ കിട്ടാത്തതുകൊണ്ടാണ് നമ്മ അത് പറയണത്. നമുക്ക് കൂടി കിട്ടണമെങ്കിൽ കൊള്ളാം. നല്ല വിജയം. അടുത്ത നിയമസഭ ഫുള്ള് തൂത്തുവാരും. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. പിന്നെ ഭരണവിരുദ്ധ വികാരം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും.